ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പുതിയൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, അതിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂൾസിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് RTE ആക്ട്. ഇത് പ്രകാരം നമ്മുടെ നാട്ടിലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മുടെ ഗവൺമെന്റ് എൻഷുർ ചെയ്യുകയാണ് RTE ആക്ടിലൂടെ. ഈ RTE ആക്ട് എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ആണ്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇനി ഈ നിയമം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് പാസ്സാക്കുന്നത് 2009 നിയമം പാസ്സാക്കുന്നത്. ഇനി അത് 2010 ഏപ്രിൽ 1 മുതലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1. ഇനി ഇത് പ്രകാരം നമ്മൾ പറഞ്ഞു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാന്ന്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ, നമ്മുടെ ഭരണഘടനയിലെ 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് വഴിയാണ് ഇത് നിലവിൽ വരുന്നത്. ഇത് പ്രകാരം ആർട്ടിക്കിൾ 21A ഇതിലൂടെ ഇൻസേർട്ട് ചെയ്യുകയും ഈ ആർട്ടിക്കിൾ 21A നിലവിൽ വരികയും അത് പ്രകാരം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അവകാശമായി മാറുകയും ചെയ്യുന്നു. അവകാശത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അതുവരെ നമുക്ക് അതൊരു സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ പോളിസി ആയിട്ടോ അല്ല, മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു അവകാശമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുക എന്നുള്ളത് ഇറ്റ്സ് ദെയർ റൈറ്റ്, അവരുടെ അവകാശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ്. ഇത് പ്രകാരമാണ് വിദ്യാഭ്യാസത്തിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചത്. പ്രത്യേകിച്ചും എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ സമത്വം ഉറപ്പാക്കുക, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും അവസരം നൽകുക എന്നൊക്കെയുള്ള പ്രധാന ലക്ഷ്യങ്ങളോട് കൂടി ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ആക്ട് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പൊ ഈ ആക്ടിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് സൗജന്യമായും നിർബന്ധിതമായിട്ടും അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചേ പറ്റൂ. അപ്പൊ കുട്ടികളെ 6 മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾ അവര് മറ്റു തൊഴിലിന് പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാതെ അത് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും വലിയ ഉത്തരവാദിത്തമാണ് ഈ പ്രായത്തിൽ കുട്ടികളെ അവർക്ക് സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. അവിടെ കുട്ടികൾക്ക് ഫീസ് ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് പ്രൈവറ്റ് സ്കൂളുകളിൽ 25% റിസർവേഷൻ അനുവദിച്ചു എന്നുള്ളത്. അതുവരെ പ്രൈവറ്റ് സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി 25% അൺഎയ്ഡഡ് സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സംവരണം ചെയ്യപ്പെടുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ ഒരു സീറ്റിലേക്ക് എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷനിലുള്ള കുട്ടികൾക്ക് കടന്നു വരാം. അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പിൽ നിന്നുള്ള കുട്ടികൾക്കും കടന്നു വരാം. ഇതെല്ലാം സോഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് സ്കൂള് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ആശയത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ്. മറ്റൊരു പ്രത്യേകതയാണ് നോൺ ഡിസ്ക്രിമിനേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ആസ്പെക്റ്റ് ആണ് നോൺ ഡിസ്ക്രിമിനേഷൻ. നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസ്റ്റിന്റെയോ ജെൻഡറിന്റെയോ റിലീജിയന്റെയോ എബിലിറ്റിയുടെയോ ഡിസബിലിറ്റിയുടെയോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിന്റെയോ ഒന്നിന്റെയും ഒരു മാനദണ്ഡമാകരുത് വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇതൊന്നും ഒരു വ്യക്തിയെ വിദ്യാഭ്യാസത്തിൽ നിന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. സോ it prohibits discrimination based on caste, gender, religion, disability or socio-economic status, whatever it is. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വിദ്യാഭ്യാസത്തില് മുന്നോട്ട് വരാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നോൺ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഒരു തലത്തിൽ വരുന്നതാണ്. Then, inclusion of children with disabilities. Inclusion of children with disabilities. കുട്ടികൾക്ക്, അതായത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് CWSN ഫുൾ ഫോം ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അപ്പൊ അവരെ ഡിസബിലിറ്റീസ് എന്നുള്ള ഗ്രൂപ്പിനെ എന്ന് പറയാതെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക പൊതുവെ. സോ അവരുടെ സ്കൂളിലേക്കുള്ള അഡ്മിഷൻസും അവരുടെ പഠനവും ഒരു നെസസറി അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തന്നെ മാറ്റി. സ്കൂൾസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഇനി കുട്ടികൾക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ, അതായത് 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് പോയിട്ടില്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിക്ക് അവന് ഏത് ക്ലാസ്സിലേക്കാണോ അഡ്മിഷന് യോഗ്യതയുള്ളത് ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലൂടെ സാധ്യമായ മറ്റൊരു കാര്യം. ഏജ് അപ്രോപ്രിയേറ്റ് അഡ്മിഷൻ, അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ അവർക്ക് ഇരിക്കാം. അതുപോലെ തന്നെ നോ ഡിറ്റൻഷൻ പോളിസിയും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചില ഭേദഗതികൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി 8ാം ക്ലാസ് വരെ കുട്ടികളെ പരാജയപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ ഒരു ക്ലാസ്സിലും തോൽപ്പിച്ച് നിർത്തരുത്, മറിച്ച് അവർക്ക് ഏത് പ്രായത്തിലാണോ അവരുടെ അപ്രോപ്രിയേറ്റ് ഏജിനനുസരിച്ച് കുട്ടികളെ ആ ക്ലാസ്സിൽ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ എല്ലാം ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇക്വാളിറ്റി, അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇക്വാളിറ്റി, ഈക്വൽ റൈറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഇക്വാളിറ്റിയേക്കാൾ ഉപരി ഇപ്പോൾ ഈക്വിറ്റി എന്നുള്ളൊരു ടേമാണ് യൂസ് ചെയ്യുക. അതായത് ഒരു വ്യക്തിക്ക് എന്താണോ ആവശ്യം, എന്താണോ നീഡ്, ആ നീഡിനനുസരിച്ച് ആ വ്യക്തിയുടെ നീഡിനനുസരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ആ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈക്വിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എല്ലാ കുട്ടികൾക്കും അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റോ റിലീജിയനോ ഒന്നും ബാധകമല്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ തന്നെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇതിനുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് വർത്തിക്കുന്നത്. ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് വർത്തിക്കുന്നു. കാരണം കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അവരുടെ ഒരു റൈറ്റ് ആയിട്ട് മാറി, അവരുടെ ഒരു അവകാശമായി മാറി. അത് അവരുടെ ഒരു പ്രിവിലേജ് അല്ല, പക്ഷേ മറിച്ച് അതൊരു ഹ്യൂമൻ റൈറ്റ് ആണ്, അവകാശമായിട്ട് മാറി. അത് വളരെയധികം ഡിസ്ക്രിമിനേഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആക്സസ് കൂട്ടുന്നതിനും, അതായത് എഡ്യൂക്കേഷനുള്ള ആക്സസ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഇൻക്ലൂസീവ് സ്കൂൾസിനെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇത് നമ്മുടെ സമൂഹത്തില് നമ്മുടെ ഒരു സൊസൈറ്റി തന്നെ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പൊ ഈ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കുള്ള ഒരു എൻട്രി ആണ്
എഡ്യൂക്കേഷനിലൂടെ ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളെയും ഓരോ കുട്ടികളെയും അത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സ് സൊസൈറ്റിയിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. സോ അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത് സ്കൂളുകളിൽ നിന്ന് തന്നെ ആകണം. അതിനുള്ളൊരു ടോളറൻറ്റും അതിനുള്ളൊരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷറും സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഡൈവേഴ്സിറ്റി ഓരോ വ്യക്തികളെയും അവരുടെ വൈവിധ്യങ്ങളോട് കൂടി തന്നെ അവരെ സ്വാഗതം ചെയ്യുന്നതിനും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും അവരോട് കൂടി മുന്നോട്ട് പോകുന്നതിനും എല്ലാ വിദ്യാർത്ഥികളും പരിശീലിച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും അത് മനസ്സിലാക്കിയിരിക്കണം. സോ ഒരു ഡൈവേഴ്സ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതും ഇൻക്ലൂസീവ് സ്കൂൾസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അതുപോലെ തന്നെ ഇൻക്ലൂസീവ് സ്കൂൾസിന്റെ അപ്പൊ നമ്മളിപ്പോ കണ്ടത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഇൻക്ലൂസീവ് സ്കൂൾസിന്റെ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ആവശ്യകത, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം നമ്മൾ കണ്ടത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ലക്ഷ്യമാക്കുന്നത് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഔട്ട്കം തന്നെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ലക്ഷ്യമാക്കുന്നത്. ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം അല്ലെങ്കിൽ ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഔട്ട്കം എന്ന് പറയുന്നത് അത് വേർതിരിവില്ലാതെ എല്ലാ വ്യക്തികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലാതെ അവരുടെ എബിലിറ്റിയോ ഡിസബിലിറ്റിയോ കണക്കിലെടുക്കാതെ ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഔട്ട്കം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെയും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റം കൊണ്ടുവരിക അവരുടെ നീഡ്സിനനുസരിച്ച്. അതായത് ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ള കുട്ടികൾക്ക് അവരുടെ നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് ദ സിസ്റ്റം ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. സോ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ലേണിംഗ് എക്സ്പീരിയൻസുകളെ ക്രിയേറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അതിനുള്ള ഡിവൈസുകൾ, അതിനുള്ള ആക്സസറീസ് എല്ലാം കൊണ്ടുവരിക. ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആണെങ്കിൽ അവർക്ക് വേണ്ടുന്ന സ്പെഷ്യൽ നീഡ്സ് ആണ്, അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്താം. ഇവിടെയെല്ലാം ഇത് നമ്മുടെ സിസ്റ്റം അതിനുവേണ്ടി ഫ്ലെക്സിബിൾ ആയി, സിസ്റ്റം അതിനുവേണ്ടി റെഡിയായി, ആക്സെപ്റ്റബിൾ ആയിട്ട് റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കുട്ടിയല്ല ചേഞ്ച് ചെയ്യുന്നത്, മറിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഫ്ലെക്സിബിൾ ആയി അതിനനുസരിച്ച് കുട്ടിക്ക് അനുസരിച്ച് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ കണ്ടു, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു. സോ ഇത്തരത്തിലൊരു ഫ്ലെക്സിബിൾ സിസ്റ്റത്തിലൂടെ മാക്സിമം ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത് മാക്സിമം എഡ്യൂക്കേഷൻ ഔട്ട്കംസ് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഫുൾഫിൽസ് ലീഗൽ ആൻഡ് പോളിസി റിക്വയർമെന്റ്സ്. അതായത് നമ്മുടെ നാട്ടിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ PWD ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോളിസി ഫ്രെയിംവർക്ക് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് ആയിക്കോട്ടെ, ഇതിലൂടെ എല്ലാം നമ്മുടെ രാജ്യം ഇന്ത്യയുടെ ഒരു കമ്മിറ്റ്മെന്റ് ക്ലിയർ ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ റിസൾട്ട് വരുന്നത് ഒരു ഇൻക്ലൂസീവ് സിസ്റ്റം മുന്നോട്ട് പോകുന്നതിലൂടെയാണ്, ഇൻക്ലൂസീവ് സ്കൂൾസ് വരുന്നതിലൂടെയാണ്. സോ നമ്മൾ പോളിസി ഫ്രെയിംവർക്കിൽ പറയുന്നതും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാം നമുക്ക് ഇൻ ഇഫക്റ്റ് കുട്ടികളിലേക്ക് ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്നതും എഡ്യൂക്കേഷനിൽ ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്നതും ഇൻക്ലൂസീവ് സ്കൂളുകൾ വരുന്നത് മൂലമാണ്. ഇൻക്ലൂസീവ് സ്കൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് മൂലമാണ് നമ്മുടെ നാടിന്റെ ലീഗൽ ആയിക്കോട്ടെ, പോളിസി ഫ്രെയിംവർക്ക് ആയിക്കോട്ടെ, എല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് ഇൻക്ലൂസീവ് സ്കൂൾസ് വരുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന പല സെഗ്രിഗേഷൻസും, പല വിഭജനങ്ങളും, പല ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ സ്പെഷ്യൽ സ്കൂളുകളിൽ മാത്രമായിട്ട് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ സ്പെഷ്യൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ
ഇൻക്ലൂസീവ് സ്കൂൾസ് നിലവിൽ വരുന്നതോടെ ഈ സെഗ്രിഗേഷൻ എല്ലാം സെഗ്രിഗേറ്റഡ് സ്കൂൾസ് മാറി അതിന് പകരം ഇൻക്ലൂസീവ് സ്കൂൾസ് നിലവിൽ വരുന്നത് മൂലം എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. So, it ensures that all children are part of the community and their local school. എല്ലാ കുട്ടികളും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, ഈ ഒരു സ്കൂളിന്റെ ഭാഗമാണ് എന്നൊരു ഫീൽ അവരിലേക്ക് കൊണ്ടുവരാനും, ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് എന്നുള്ളൊരു ഫീൽ അവരിലേക്ക് കൊണ്ടുവരാനും, അവരുടെ ഡിസബിലിറ്റിയോ എബിലിറ്റിയോ നോക്കാതെ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യാനും പ്രേരിപ്പിക്കുന്നതാണ് ഇൻക്ലൂസീവ് സ്കൂൾസ്. സോ ഇൻക്ലൂസീവ് സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരുപാട് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് എയിംസ് ഉള്ള ഒരുപാട് ലക്ഷ്യങ്ങളുള്ള സൊസൈറ്റീനെ പറ്റിയിട്ട് വളരെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ അടങ്ങുന്ന കോൺസെപ്റ്റ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇൻക്ലൂസീവ് സ്കൂൾസ് ആണ് ഏറ്റവും ഇഫക്റ്റീവ് സ്കൂൾസ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് പുറകിൽ ചില കാരണങ്ങൾ വേണം, അല്ലെ? പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റും ഇൻക്ലൂസീവ് സ്കൂൾസ് ആണ് ഇഫക്റ്റീവ് സ്കൂൾസ്. എന്തുകൊണ്ട്? ഒന്നാമത്തെ റീസൺ ആണ് നോ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ഇടയിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇൻക്ലൂസീവ് സ്കൂൾസിന്റെ കോൺസെപ്റ്റ് തന്നെ അതാണ്, നോ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് സ്റ്റുഡൻസ്. അവരുടെ എബിലിറ്റിയോ ഡിസബിലിറ്റിയോ അവരുടെ എഡ്യൂക്കേഷന് ഒരു ബാധകമാകരുത് എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു, ഫൗണ്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ദെൻ സെക്കൻഡ് വൺ, ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ടു ഓൾ. എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരുപോലെയാണ് അവർക്ക് ലഭിക്കുന്നത്. അതായത് എബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് അവിടെ എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി നിരസിക്കപ്പെടുന്നില്ല. അവിടെ ആ കുട്ടിയുടെ റൈറ്റ് ആണ്, ആ കുട്ടിയുടെ അവകാശമാണ് എനിക്കും പഠിക്കണം, അല്ലെങ്കിൽ എനിക്കും മറ്റുള്ളവരെ പോലെ തന്നെ ചേർന്നുകൊണ്ട് ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെയാണ്, ഇൻക്ലൂസീവ് സ്കൂളുകളിലൂടെയാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, സ്കൂൾസ് അഡാപ്റ്റ് ടു ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികൾ സ്കൂളിന്റെ നീഡ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, കുട്ടികൾ കരിക്കുലത്തിന്റെ നീഡ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്കൂൾസ് ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് കുട്ടികൾക്ക് വേണ്ടി സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കരിക്കുലത്തെ ചേഞ്ച് ചെയ്യുന്നു, എക്സാമിനേഷൻ പാറ്റേണിനെ ചേഞ്ച് ചെയ്യുന്നു, മോണിറ്ററിങ്ങിനെയും ഇവാലുവേഷനെയും ഇതിനെല്ലാം ഫ്ലെക്സിബിൾ ആയിട്ട് അഡാപ്റ്റ് ചെയ്യുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സോ അതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇനി ദെൻ ഈക്വൽ എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ഫോർ ഓൾ. നമ്മൾ പറഞ്ഞു ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ബെനിഫിറ്റ് ഫോർ ഓൾ. എല്ലാവർക്കും അതിന്റെ ഓപ്പർച്യൂണിറ്റി ലഭ്യമാക്കപ്പെടണം, അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. Then individual differences are source of richness and diversity, not a problem. Inclusive schools, why do we say that inclusive schools as effective schools? Because inclusive education consider individuals or students as the source of richness and diversity, but not as a problem. സ്റ്റുഡൻസിനെ ഒരു പ്രോബ്ലം ആയിട്ടല്ല ഇൻക്ലൂസീവ് സ്കൂൾസിൽ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൺസിഡർ ചെയ്യുന്നത്, മറിച്ച് അവരുടെ വ്യത്യസ്തതയെ കൺസിഡർ ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഡൈവേഴ്സിറ്റിയും നമ്മുടെ സൊസൈറ്റിയുടെ റിച്ച്നെസ്സുമായിട്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻക്ലൂസീവ് സ്കൂൾസ് തന്നെയാണ് ഇഫക്റ്റീവ് സ്കൂൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ മൂല്യങ്ങള്, ഡെമോക്രാറ്റിക് മൂല്യങ്ങള്, ഡെമോക്രാറ്റിക് വാല്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വാല്യൂസ് എല്ലാം ഉൾക്കൊള്ളുന്ന സ്കൂളുകളാണ് ഇൻക്ലൂസീവ് സ്കൂൾസ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി പ്രോഗ്രസീവ്, ഡെമോക്രാറ്റിക്കലി, ഈക്വിറ്റബിളി എല്ലാം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന, റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻക്ലൂസീവ് സിസ്റ്റത്തിലൂടെ
നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. സോ നമുക്ക് പറയാൻ സാധിക്കും ഇൻക്ലൂസീവ് സ്കൂൾസ് ആണ് ദ ഇഫക്റ്റീവ് സ്കൂൾസ്. അവിടെ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് മാത്രമല്ല പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ പഠനം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് വലിയൊരു സോഷ്യൽ ആസ്പെക്റ്റും കൂടി, സൊസൈറ്റൽ തലം കൂടി അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകതയെ മാനിച്ചുകൊണ്ടാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തിട്ടുള്ളത്. ആ പ്രിൻസിപ്പിൾസിനനുസരിച്ചിട്ടാണ് സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഇൻക്ലൂസീവ് സ്കൂൾസ് ആസ് ഇഫക്റ്റീവ് സ്കൂൾസ്. യെസ്. ഇനി ഇനി അതുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂസീവ് സ്കൂൾസ് ആസ് ഇഫക്റ്റീവ് സ്കൂൾസ് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇനി നമ്മൾ കാണുന്നത് ബാരിയേഴ്സ് ടു ഇൻക്ലൂഷൻ. ബാരിയേഴ്സ് ടു ഇൻക്ലൂഷൻ എന്തൊക്കെയാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ തടസ്സങ്ങൾ? പ്രധാനമായിട്ടുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സ്കൂളുകളിൽ പോയപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പല ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? പല ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഇഷ്യൂസ് എല്ലാം. എങ്കിലും നമുക്കത് ഒന്നുകൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ടീച്ചേഴ്സിന്റെ ആയിരിക്കാം, മാനേജ്മെന്റിന്റെ ആയിരിക്കാം, മറ്റു കുട്ടികളുടെ ആയിരിക്കാം. അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ? മറ്റു കുട്ടികളെ കാണുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതെല്ലാം അവരുടെ ആറ്റിറ്റ്യൂഡിൽ വ്യക്തമാകുന്നുണ്ട്. സോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വലിയൊരു ബാരിയർ ആണ് ഇൻക്ലൂസീവ് സിസ്റ്റം സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ്, ആക്സസിബിൾ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള റാമ്പുകളാവട്ടെ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആയിക്കൊള്ളട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കൊള്ളട്ടെ, എയ്ഡ്സ് ആയിക്കൊള്ളട്ടെ, ഇതിലെല്ലാം നമുക്ക് ഇഷ്യൂസ് ഉണ്ട് അല്ലെ? ഇതിലെല്ലാം നമുക്ക് അവൈലബിലിറ്റിക്ക് ഇഷ്യൂസ് ഉണ്ട്. സ്കൂളുകളിൽ ലിഫ്റ്റുകളായിക്കോട്ടെ, എല്ലാം ആവശ്യത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇല്ലാത്ത പല സ്കൂളുകളും ഉണ്ട്. സോ ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ദെൻ അനദർ വൺ ഈസ് റിജിഡ് കരിക്കുലം. കരിക്കുലം സിസ്റ്റം, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത കരിക്കുലം. എന്താണോ കരിക്കുലം അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ വെൽക്കം ചെയ്യുന്നതല്ല. സോ കരിക്കുലത്തിലുള്ള ഒരു റിജിഡിറ്റി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ബാരിയർ ആണ്. ദെൻ ടീച്ചറിന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ടീച്ചറിന്റെ ഒരു പ്രിപ്പയർനെസ്, ടീച്ചറിന്റെ ട്രെയിനിങ്, ഇതെല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ വലിയൊരു ഭാഗമാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകൾ, എസ്പെഷ്യലി ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഓരോ നീഡ്സ് ഉള്ള കുട്ടികളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ അവരുടെ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ട്രെയിനിങ് ടീച്ചേഴ്സിന് ലഭിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. എസ്പെഷ്യലി ഈവൻ ഇൻ ബി.എഡ് കരിക്കുലത്തിലാണെങ്കിൽ അതിനുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല അല്ലെ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് അപ്പുറം അതിന്റെ ഒരു ട്രെയിനിങ് ആസ്പെക്ട് പലപ്പോഴും കുറവാണ്. ഈവൻ ഇൻ സ്കൂൾസിലാണെങ്കിലും അതിന്റെ ട്രെയിനിങ് ഇൻസഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. ഇപ്പൊ ഇൻക്ലൂസീവ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ചിട്ടുള്ള പ്രിപ്പയർഡ്നെസ് ടീച്ചേഴ്സിന് കുറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ വലിയൊരു ബാരിയർ ആണ്. ദെൻ റിസോഴ്സസിന്റെ അപര്യാപ്തത, ഇനാഡിക്വേറ്റ് റിസോഴ്സസ് അത് ഒരു പക്ഷേ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടാകാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന തെറാപ്പിസ്റ്റുകളാവാം, അവർക്ക് വേണ്ടുന്ന ഡിവൈസുകളാവാം, അസിസ്റ്റീവ് ഡിവൈസുകളാവാം, എയ്ഡ്സുകളാവാം, അല്ലെങ്കിൽ ലേണിംഗ് മെറ്റീരിയലുകളാകാം, എന്തോ ആകാം. ഈ റിസോഴ്സുകൾ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ സ്കൂളുകളിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ ബാരിയറും ഒരു വലിയ പ്രത്യേകതയാണ്. അതായത് ഈ കുട്ടികളെ, പ്രത്യേകിച്ച് സൈൻ ലാംഗ്വേജ്, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളോടും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം എക്യുപ്ഡ് അല്ല നമ്മുടെ ടീച്ചേഴ്സ്. ഈവൻ ടീച്ചേഴ്സിന് നമുക്കും അറിയില്ല സൈൻ ലാംഗ്വേജ്, ബ്രെയിലി ലാംഗ്വേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് യൂസ് ചെയ്യേണ്ടത്, എയ്ഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പൊ അവിടെയെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്. അപ്പൊ കുട്ടിയുടെ പ്രശ്നത്തെ മനസ്സിലാക്കാനോ, അതിനെക്കുറിച്ച് കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ, ടീച്ചറിന് റെസിപ്രോക്കേറ്റ് ചെയ്യാനോ, ടീച്ചറിന് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എല്ലാം വലിയ ബുദ്ധിമുട്ട് അവിടെ സംഭവിക്കുന്നു. ദെൻ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്റ്റിഗ്മ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മിസ്കൺസെപ്ഷനുകൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ അവരെ ഒഴിവാക്കപ്പെടുന്ന ഒരു എക്സ്ക്ലൂഷൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ സോഷ്യൽ സ്റ്റിഗ്മ എപ്പോഴും അല്ലെങ്കിൽ സാമൂഹികമായി നിലനിൽക്കുന്ന ചില കാഴ്ചപ്പാടുകൾ, ഇങ്ങനെ കുട്ടികളെയാണെങ്കിൽ ഇങ്ങനെ കാണണം എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആറ്റിറ്റ്യൂഡ്സ്, അതും ഇൻക്ലൂഷൻ ഒരു ബാരിയർ ആണ്. Then we can say that the weak policy implementation, policy documents, even it is written as very polished way, but still അതിന്റെ ഇംപ്ലിമേഷൻ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഇറ്റ്സ് വെരി വീക്ക്. അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടിങ് ലഭ്യമല്ലാത്തതാണ് പലപ്പോഴും പ്രശ്നം. അല്ലെങ്കിൽ അതിന്റെ ഒരു 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 എയ്ഡ് ഒരു സ്കൂളിലേക്ക് ലഭ്യമാക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന പ്രൊസീജിയറുകൾ, അതൊക്കെ വലിയ പ്രൊസീജിയറുകളായിരിക്കും. സോ ഡിലേയ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ, ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്ത് ഒരു സ്കൂളിൽ നിന്നും ആ ഒരു പ്രശ്നത്തിനെ ഉയർത്തിക്കൊണ്ട് വന്ന് അതിനൊരു സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. ഇനി അത്രയും സമയം എടുത്താൽ തന്നെ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെന്നില്ല. സോ ഡിലേഡ് സപ്പോർട്ട് സർവീസുകൾ, ഇൻസഫിഷ്യന്റ് കോർഡിനേഷൻ, ഇത് മാനേജ്മെന്റിന്റെ ഇടയിലും ടീച്ചേഴ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസിന്റെ ഇടയിലും അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കോർഡിനേഷന്റെ അപര്യാപ്തത, ഇതെല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുള്ള ഒരു ബാരിയറാണ്, തടസ്സമാണ്. അപ്പൊ ഈ തടസ്സങ്ങളെല്ലാം ഇൻക്ലൂസീവ് സ്കൂൾസ് ഇഫക്റ്റീവ് സ്കൂൾസ് ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിനുള്ള റീസണുകളാണ്. സോ ഇത് ഇത്രയും നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ കാണാം. സോ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾസ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തെ പറ്റിയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, ഗ്രൂപ്പുകളായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.